ആ ഒരു മല കയറിയിട്ട് അവിടുന്ന് കുറച്ച് ഈ സൈഡിലോട്ട് നടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. ഇപ്പം മണ്ടയിൽ ആനയുണ്ടെന്ന് പറയുന്നു. അപ്പം നേരത്തെ അതുകൊണ്ടാണ് പുള്ളി നേരത്തെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. ആനപ്പണ്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ആനയൊക്കെ ഇവിടെ ഇറങ്ങാറില്ല. അയ്യോ, നമ്മൾ ഇതിലിപ്പോൾ കയറി ഇനി ഇതും കൂടെ കയറി ഇങ്ങനെ കറങ്ങി അവിടെ ചെല്ലുന്നതാണ് അവരിരിക്കുന്നത്. പുള്ളി പറഞ്ഞായിരുന്നു ഇപ്പൊ തന്നെ ഇവിടെ ആനേനെ കണ്ടിട്ട് കടുവയുടെ ഉണ്ടായിരുന്നു സംഭവം. അത് ഇന്നലെ നൈറ്റിലോ? നൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നോ? നൈറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു. നമ്മള് ഫൈനലി നമ്മൾ പെരിയകൊമ്പ് ലോഗോസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവനിട്ട് ഇങ്ങനെ നോക്കുക എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ. കാണാൻ പറ്റും. ആനയുടെ ഒച്ച ഉണ്ടായിരുന്നു, പക്ഷെ ടോർച്ച് അടിച്ച് നോക്കുക. പക്ഷെ ഇവിടെ 3-4 വെള്ളമുണ്ടോ? ആ, ഈ വെള്ള വരില്ല. വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ചിന്നാറിലെ. ഹായ് ഓൾ, ഇറ്റ്സ് മീ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ള ചിന്നാർ വൈൽഡ് സാഞ്ചുറിക്കകത്താണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ചിന്നാർ ചെക്ക് പോസ്റ്റ് ചെന്നിട്ട് അവിടുന്ന് ഒരു പ്രോഗ്രാം എടുത്തിട്ടുണ്ട്, അതായത് പെരിയകൊമ്പ് ലോഗോസ്. അപ്പോൾ ആ പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ സ്റ്റേ വരുന്നത് പെരിയകൊമ്പ് ലോഗോസിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ചിന്നാറിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ചെന്നിട്ട് അവിടുന്ന് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് അവിടുന്ന് നമ്മുടെ കൂടെ 2 ഗൈഡ് വരും. അവരുമായിട്ട് നമ്മൾ നേരെ ഒന്ന് കുറച്ച് ട്രക്ക് ചെയ്ത് വേണം പെരിയകൊമ്പ് ലോഗോസിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ചിന്നാറിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ട് പോകാം. ഇവിടെ വന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഈ ചെക്ക് പോസ്റ്റിൽ, ചിന്നാർ ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എഴുതി കൊടുത്തു. ഇനി ഇവിടുന്ന് നമ്മൾ പെരിയകൊമ്പ് ലോഗോസിലോട്ട് പോകാൻ പോകും. അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് അവിടെ പോയിട്ട് അവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം നടക്കാനുണ്ടേ. അപ്പോൾ നമുക്ക് പോകാം. ഇതിനകത്ത് കടുവയുണ്ടോ? കടുവയുണ്ടല്ലേ? നമ്മുടെ ഈ സ്റ്റേ ബുക്ക് ചെയ്യുന്നത് മൂന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ വെബ്സൈറ്റിലാണ് ബുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റേക്ക് ഏകദേശം 3500 രൂപയോളം ചാർജ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഡിന്നർ ഉണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഡിന്നറിന് നമുക്ക് ചിക്കനോ കാര്യങ്ങളോ എല്ലാം ആവശ്യമുണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് വരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെക്ക് പോസ്റ്റിന് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ടാണെങ്കിലും 14 കിലോമീറ്റർ, ഫ്രണ്ടിലോട്ടാണെങ്കിലും 14 കിലോമീറ്റർ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ആ ഭാഗത്തോട്ട് ചെന്നിട്ട് കാട് കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലത്തോട്ട് പോകാൻ. ഇല്ലെങ്കിൽ പുറകോട്ടുള്ള മൂന്നാറിൽ നിന്ന് വരുന്ന വഴിക്കുള്ള അടുത്ത ടൗണിൽ ചെല്ലണം. ഈ രണ്ടിടത്തോട്ടും ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട്. ഈ ആനമല ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ 100 രൂപ ചാർജ് അടയ്ക്കണേ. അങ്ങോട്ടും അടയ്ക്കണം, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് കാണിച്ചാൽ മതി, നമുക്ക് തിരിച്ച് കയറി വരാം. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അതുപോലെ തന്നെ ഇത് ബുക്ക് ചെയ്യേണ്ടതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഇത് ഈ കാണുന്ന പാമ്പാർ റിവറാണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പുറത്ത്, അതായത് ഈ കാണുന്ന മലയാണ്, ഈ മലയുടെ മുകളിലാണ് നമ്മുടെ പെരിയകൊമ്പ് ലോഗോസ് വരുന്നത് കേട്ടോ. ഇതിനകത്തൊരു ഊരുണ്ട്. അപ്പം അവിടെ കൊണ്ട് നമ്മൾ വണ്ടി ഇട്ടിട്ട് അവിടുന്ന് പിന്നെ ഒരു 1 കിലോമീറ്റർ നമ്മൾ കാട്ടിക്കട നടന്നിട്ടാണ് ഈ പെരിയകൊമ്പ് ലോഗോസിലോട്ട് പോകുന്നത്. ആ ഭാഗത്തല്ലേ? നമ്മളിപ്പം കാട്ടിനകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചിന്നാറെന്ന് പറയുന്നൊരു ഡ്രൈ ഫോറസ്റ്റ് ആണ്. അത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കിടക്കും. ഇവിടെ കുറച്ച് കള്ളുമുളി ചെടിയൊക്കെ ഉണ്ട്, അതിവിടെ കാണുന്ന പ്രത്യേകതയാണ്. പിന്നെ ധാരാളം കിളികളുടെ ഒച്ച കേൾക്കുന്നുണ്ട്, പക്ഷെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ സൂക്ഷിച്ച് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ വേണ്ട ആ ഒരു മല കയറിയിട്ട് അവിടുന്ന് കുറച്ച് ഈ സൈഡിലോട്ട് നടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് വേണ്ട വെള്ളവും സാധനവുമായിട്ട് വേറെ ആൾ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുറകെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഇതിലെ കയറി വേണം പോകാൻ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പം മണ്ടയിൽ ആനയുണ്ടെന്ന് പറയുന്നു. അപ്പം നേരത്തെ അതുകൊണ്ടാണ് പുള്ളി നേരത്തെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് സൂക്ഷിച്ച് വേണം പോകാനെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അതുങ്ങൾ അവിടുന്ന് പോയില്ലെങ്കിൽ നമുക്ക് കാണാം. ലവൻ്റെ പോക്ക് കണ്ടോ, കയ്യിലും കൊണ്ടൊക്കെ എടുത്ത് ട്രക്കിങ്ങിന് പോവുക. ഇവിടുത്തെ ആളാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊന്ന് ഇവിടെ വന്നിരിക്കുന്നതിൽ കയ്യിലും കൊണ്ട് എടുത്തുകൊണ്ട് കയറിയിരിക്കുന്ന ഇവനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട്. ആ ക്രെഡിറ്റ് ഇരിക്കട്ടാ നിനക്ക്. മലയാളിയല്ലേ പിള്ളേനല്ലേ?
ഇനി ഈ മല അതുകൊണ്ട് ഇവിടുന്ന് ഒരു കുത്തനെ ഒരു കയറ്റമുണ്ട്, അതും കൂടെ ഇനി കയറണം. അതും കൂടെ കയറി ചെല്ലുമ്പം ഏകദേശം തീരുമാനമാവും. വഴിയിൽ ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ മേലോട്ട് ഇത്രയും കയറി വന്നിട്ട് നേരത്തെ പറഞ്ഞ ആനയെ കണ്ടില്ല. ഇനി അത് പോയോ നോക്കണം. ഇനിയിപ്പോൾ ഇച്ചിരി കൂടെ കണ്ടുള്ളതാണ് പറഞ്ഞത്. ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ, പെരിയ കൊമ്പ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പാറക്കെട്ടും കൂടെ കയറി ഇതിൻ്റെ മണ്ടക്കയിലാണ്. ഈ നമ്മളിത് ഇപ്പം അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ നിന്നാണ് കയറി വന്നത്. കാരണം അങ്ങ് ആ കാണുന്ന വഴിയുണ്ട്, അവിടെ നിന്ന് ഇപ്പോൾ കയറി വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതുണ്ട് ആനപ്പിണ്ടമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ആനയൊക്കെ ഇവിടെ ഇറങ്ങാറില്ല. നമുക്ക് മുന്നോട്ട് പോവാം. അയ്യോ നമ്മൾ ഇതിലിപ്പോൾ കയറി ഇനി ഇതും കൂടെ കയറി ഇങ്ങനെ കറങ്ങി അവിടെ ചെല്ലുന്നതാണ് അവരിരിക്കുന്നത്. ഇനി ആ എല്ലായിടത്തും ഇവിടെ അല്ല, ഇതേ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകണം കേട്ടോ. അങ്ങോട്ട് ഒരു പുള്ളി പറഞ്ഞായിരുന്നു ഇപ്പൊ തന്നെ ഇവിടെ ആണേനെ കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ആന വെള്ളം കുടിക്കാനായിട്ട് പാമ്പാർ ഇവിടെ ഈ ഭാഗത്തോട്ട് വരും അല്ലേ? എവിടെ വെള്ളം കാണില്ല. ചെറിയ തോടുകളുണ്ട്, അതിൽ വെള്ളം കെട്ടി കിടന്നല്ലേ ഉള്ളു. അല്ലെങ്കിൽ ഏരി വന്നല്ലേ പാത്തില്, ആ പാത്തില് തന്നെ ഇവിടെ റിവർക്ക് വരണം വെള്ളം കുടിക്കാനായിട്ട് വരണം. അപ്പൊ നമുക്ക് ഇത് മേളിൽ നിന്ന് താഴെ കാണാൻ തോന്നുന്നു അല്ലേ? മുകളിൽ നിന്ന് അങ്ങോട്ട് ഹൈറ്റ് കാരണം കൊണ്ട് ചുറ്റി വ്യൂ പോയിന്റ് കാണാം. ഒരു നമ്മൾ മുകളിൽ ഉണ്ടാകും, താഴെ ഇങ്ങനെ തന്നെ വ്യൂ പോയിന്റ് ഉണ്ടാകും. ഈ കടുവയുടെ എന്തായിരുന്നു സംഭവം? അത് ഇന്നലെ നൈറ്റിലോ? നൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നോ? ആ നൈറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു. ആ സമയത്തില് ആണന്റെ ഒച്ച, ചെറിയ കുഞ്ഞിന്റെ ഒച്ച കേട്ടായിരുന്നു. അത് മറ്റേ കടുവയെ പിടിക്കുന്ന അത് പിടിക്കില്ല, ട്രൈ ചെയ്യുന്നേ. അത് പച്ചയ്ക്ക് കളിക്കില്ല, കുറച്ച് ദിവസമായി വെച്ചിട്ട് അഴുകിട്ടേ കഴിക്കത്തുള്ളൂ. അളിയിട്ട് തന്നെ കളിക്കും. ഉള്ളുപുളി ആണെങ്കിൽ അങ്ങനല്ല, ഡയറക്റ്റ് ഫ്രഷാ. ഫ്രഷ് ആണ്. ആള് മാനിയനാ. വൈൽഡാകും ഉണ്ട്, വൈൽഡാകും അങ്ങനെ തന്നെ പച്ചയ്ക്ക് പിടിച്ച് ജീവൻ പോകുന്നതിന് മുമ്പ് കഴിക്കുമല്ലോ. ഒരു 10 നിമിഷം മതി, തിന്ന് തീരിക്കും. നിങ്ങളുടെ പേര്? എന്റെ പേര് മഹേഷ്. നിങ്ങളുടെ പേര്? ശിവരാമൻ. അപ്പം ഇവർ രണ്ടുപേരും കേട്ടോ നമ്മളെ കൊണ്ട് ഗൈഡായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വിചാരിച്ച് ഇത്രേ ഉള്ളായിരിക്കും. ചെറിയ കയറ്റം പോയായിരുന്നു. ഞങ്ങള് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചില്ല, അതാ പിന്നെ താഴെ പോയി. ഒരു ഫാമിലി ആണെങ്കിൽ ഒരു പ്രശ്നമല്ല, ആണെങ്കിൽ ഒരു ഒറ്റയ്ക്ക് മേലാണ് പ്രത്യേകിച്ച് മഴയും കൂടാണ് പ്രശ്നമല്ലേ. ഇവിടെ കറ്റക്കൊമ്മനുണ്ട്, ചുള്ളിക്കൊമ്മൻ, ഇങ്ങനെ എങ്ങനെ പറയാ അളന്ന അകന്നുമ്പ് അത് കുറേ ഉണ്ട്. ഞങ്ങളിപ്പം താഴെ പോയി, ഞങ്ങൾ കഴിക്കാൻ പോയില്ലേ, അവിടെ ആനക്കൂട്ടം ഉണ്ടായിരുന്നു താഴെ. അപ്പം ഞങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം നിങ്ങൾ 16 കിലോമീറ്റർ അല്ലേ പറഞ്ഞത്, അപ്പോൾ അവിടെ ഫുഡ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡ് ഇവൻ കഴിച്ചു, ഞാൻ കഴിച്ചില്ല, ഞാൻ ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ആനക്കൂട്ടം കയറിപ്പോയി. പക്ഷേ എല്ലാ ഒരെണ്ണത്തിനെ ഞങ്ങൾക്ക് കിട്ടി. നമുക്ക് ചിന്നാർപ്പണം ബാർഡർ, അങ്ങോട്ട് തമിഴ്നാട് ആനമലൈ ടൈഗർ റിസർവ്. അത് ആനമലൈ ടൈഗർ റിസർവ് അല്ലേ? ചിന്നാർക്ക് അങ്ങോട്ട് ആനമലൈ ടൈഗർ റിസർവ് അങ്ങോട്ട് കൂടുതലായിട്ട് അങ്ങോട്ട് കാണും. അങ്ങോട്ട് കുറച്ച് സമയം എടുക്കുമ്പോ കാണും, കാണുന്നില്ല എന്ന് പറയില്ല, സമയം എടുക്കണം. ഇങ്ങോട്ട് ഭാഗത്തില് ഉള്ളിൽ വന്ന ഏത് ടൈം ആണെങ്കിൽ കാണാം അല്ലേ? പക്ഷെ ഇങ്ങോട്ട് റോഡുണ്ടോ? ആ റോഡുണ്ട്, നമുക്ക് പോകാൻ പറ്റുമോ? നമുക്ക് പോകാൻ പാടാ സാറേ, ട്രൈബൽസ് ഏരിയ ഏത് കൂടി ഈ കൂടിയല്ലേ ഏരിയല്ലേ, അങ്ങോട്ട് പോകാൻ പാടാ. ഇപ്പൊ നമ്മൾ വണ്ടി ഇട്ട് അവിടെ വരെ നമുക്ക് വരാം. അത് സ്കൂളാണ്, അത് പ്രശ്നം. അവിടെ വരെ വരാം. അതിന് ഉള്ളിൽ പോയി കയറി പ്രശ്നമാ. അവരും പ്രശ്നമാ? ഇല്ല, അവരും പ്രശ്നമല്ല, ഫോറസ്റ്റ് പ്രശ്നം. ഇതും പറയും. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? അപ്പം ഞങ്ങൾ വന്നിട്ട് ഇവിടെ മറയൂരില്ലേ. മറയൂരിന്ന് മുകളില് ആ ലൈറ്റ് തിരിഞ്ഞില്ലേ, സൂര്യന്റെ ആണോ? 8 കിലോമീറ്റർ. അപ്പൊ ഡെയിലി രാവിലെ വന്ന് പോവാ? ഇവിടെ തന്നെ കിടക്കും. അപ്പം ആഴ്ചയിൽ പോവോ അതോ? പറയാൻ പാടാ. ഗസ്റ്റും കാര്യങ്ങളും ഗസ്റ്റ് കൂടുതലുണ്ടെങ്കിലും പിന്നെ ഇവിടെയുള്ള ആവശ്യങ്ങൾക്കും എല്ലാം അതിനനുസരിച്ചാണ് ലീവ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ഇങ്ങോട്ട് എനിക്ക് എന്റെ അമ്മേന്റെ അമ്മ വീടുണ്ട് ഈ ഭാഗത്ത്, നമ്മുടെ തമിഴ്നാട് ഭാഗം. അവിടെ പോയി കാണും, ഇല്ലെങ്കിൽ ചിന്നാറിൽ കാണും, ഇല്ലെങ്കിൽ ഒരു മാസത്തിൽ എവിടെയും പോയി കാണും, ഇല്ലെങ്കിൽ പോവില്ല. നമ്മള് ഫൈനലി നമ്മൾ പെരിയകൊമ്പ് ലോഗ് ഹൗസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ്
പെരിയമ്പ് ലോഗോസ്. ആൻഡ് ഇവിടെ ആന കയറാതിരിക്കാൻ മുള്ളുവേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശം വരെ ഇവിടം വരെ ആന വരാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ഇങ്ങനെ അപ്പുറം സൈഡൊന്ന് പോയി നോക്കാം. ഇതിരിക്കുന്ന ഒരു വ്യൂ ആണ് സൂപ്പർ എന്നാണ് പറയുന്നത്. അത് പറയുന്നതല്ല, അത് തന്നെയാണ്. ഇതുണ്ടോ, നമ്മളിവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആനിമൽസ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇങ്ങനെ കിടക്കുക, പരന്ന് വിശാലമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതുണ്ടോ കാണാൻ പറ്റും. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് കണ്ടോ ആ ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ ഈ വെയിൽ കുറയുന്നതനുസരിച്ച് ഇങ്ങോട്ട് ആനിമൽസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വ്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മൾ മേളിൽ നിൽക്കുന്നു, താഴെ ആനിമൽസ് വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും, നല്ലപോലെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഇങ്ങനെ പരന്ന് കിടക്കില്ല, മലനിരകൾ, കാട് വേണ്ടല്ലേ. ഇപ്പോൾ താഴോട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ആനയും കാട്ടിയും ഒക്കെ വരാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെന്തായാലും കയറി വന്നപ്പോഴത്തേക്ക് ആനക്കൂട്ടം പോയായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇനിയിപ്പം വൈകിട്ടാകുമ്പോഴത്തേക്ക് വെയിൽ കുറച്ചും കൂടെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ആനിമൽസ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റൂം. അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം വരുന്നു. ഇതാണ് കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൊടുങ്കാടിന് നടുവിൽ, അതും മലയ്ക്ക് മുകളിൽ, ഇത്രയൊക്കെ ഒരു സ്റ്റേ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് ബാൽക്കണി വരുന്നത്. നമ്മൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് കാപ്പി ഉണ്ടെന്ന്. പിന്നെ നമുക്ക് ബാൽക്കണി ഇരുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ആനിമൽസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത് ഇന്നലെ ഇവിടുന്ന് താഴേന്ന് കടുവയുടെയും ആനക്കുട്ടിയുടെ ഒച്ച ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പിടിക്കാൻ ചാൻസ് ട്രൈ ചെയ്തിട്ടോ എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ കടുവയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പം ആനിമൽസിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നോക്കണം. നമ്മുടെ ബായിക്കാടാന്ന് തോന്നുന്നു. ഇന്നലെ ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വൈകിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ശബ്ദം ഇതിന് താഴേന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അവർ ടോർച്ചൊക്കെ അടിച്ച് നോക്കി, ഒന്നിനെയും കണ്ടില്ല. ഇനിയിപ്പം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. കാരണം കടുവയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടേ ആനിമൽസ് വരാനായിട്ടുള്ള ചാൻസസ് കുറവും കൂടെ ആയിരിക്കും. അപ്പോൾ ഇനി നോക്കാം. എന്തായാലും 6:45 സമയം. ഇപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടോ, ഇരുട്ട് വീണ് തുടങ്ങിയപ്പോഴത്തേക്കുള്ള. അവനിരുന്ന് ഇങ്ങനെ നോക്കുക എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ. പക്ഷെ ഒരു മയിലിനെ മാത്രം അങ്ങ് ദൂരത്ത് കണ്ട്, അല്ലാതെ വേറൊന്നിനെ കണ്ടിട്ടില്ല. ഇവർ നമുക്കുള്ള ഫുഡ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുക. ഇതിനകത്താണ് ഫുഡ് റെഡിയാക്കുന്നത്. വിറക് കാട്ടിൽ പോയി ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ടാണ് ഇവിടെ ഫുഡ് റെഡിയാക്കുന്നത്. ഇവിടെ വെച്ച് അതിനുള്ള തീ കൂട്ടി വെച്ചിരിക്കുക. രാത്രി കഴിക്കാനായിട്ട് ചപ്പാത്തി, ചിക്കൻ കറി. അതായത് നമ്മൾ ചിക്കൻ മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ചിക്കൻ കറി അവരുണ്ടാക്കി തന്നു. അതുപോലെ തന്നെ ചപ്പാത്തി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ട് വരുന്നത് നൈറ്റ് ഡിന്നറിന് ഫുഡ് വരുന്നത് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും അല്ലെങ്കിൽ മറ്റേ മുട്ടക്കറിയാണ് വരുന്നത്. ഇപ്പം നമ്മൾ ചിക്കൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ചിക്കൻ കറി വെച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തി. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ ഇറങ്ങിയ കേട്ടോ. താഴെ രാവിലെ ക്യാമറയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ആ ഭാഗത്തായിട്ട് അങ്ങനെ കാട്ടുകൾ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കണം. പിന്നെ നമുക്ക് ഇതിലെ ഒന്ന് നടന്ന ആ ഭാഗങ്ങളിലെല്ലാം നോക്കണം. രാത്രി ആനയുടെ ഒച്ച ഉണ്ടായിരുന്നു. പക്ഷെ ടോർച്ച് അടിച്ച് നോക്കി, പക്ഷെ നമ്മൾ കണ്ടില്ല. അതുകൊണ്ടോ രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഇവിടുത്തെ കാടിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ. രാവിലെ തന്നെ കാട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ കാണുന്ന റയറായിട്ടുള്ള മറ്റേ വെള്ളക്കാട്ടിയുണ്ട്. അത് ഇതിനകത്തോട്ട് കയറി പോയിട്ടുണ്ട്. നോക്കാം നമുക്ക് ആ സൈഡിലോട്ട് വല്ലതും ഇനി ഇറങ്ങി വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്യാമറ എടുത്തെല്ലാം റെഡി ആയപ്പോഴത്തേക്ക് ഈ കാണുന്ന തൊട്ടിപ്പുറത്ത് കാണുന്നതിൻ്റെ ഈ കാണുന്ന ചെറിയ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അത് കയറിപ്പോയ വഴിയിലോട്ട് അത് നോക്കി നിൽക്കുന്നത്. ഇന്നലെ നൈറ്റ് ആനയുടെ നല്ല ഒച്ച ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല.
രാത്രി ടോർച്ചൊക്കെ അടിച്ച് നോക്കി, പക്ഷെ കിട്ടിയില്ല. നല്ല ഒച്ചയുണ്ടായിരുന്നു. ഇത് അങ്ങ് ദൂരെയാണ് കേട്ടോ ഈ കാട്ടി നിൽക്കുന്നത്. ദൂരെ എന്ന് പറഞ്ഞാൽ നല്ല ലോങ്ങിലാണ് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ നിപ്പുണ്ട്, പക്ഷെ ഇതുണ്ട് ഇങ്ങനെ കാടിനകത്തോട്ട് ഇതിനകത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് പിന്നെ കിട്ടത്തുള്ളൂ. അതാണ് ഒരു പ്രശ്നം. കാരണം മൊത്തം മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വലിയ പാട്. ഇതുണ്ടോ കുറച്ചും കൂടെ റേഞ്ച് ലോങ്ങിലാണ് നിൽക്കുന്നത്. മാക്സിമം നമ്മൾ റൂം ചെയ്തിട്ടാണ് ഇപ്പം പിടിക്കാൻ നോക്കുന്നത്. പയ്യെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് വെള്ളക്കാട്ടിയുള്ളത്. അതും കൂടെ ഒന്ന് പുറത്തോട്ട് ഇതിറങ്ങി നിൽക്കുന്ന പോലെ ഒന്ന് വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ജസ്റ്റ് ഒരു മിന്നായം പോലെ അകത്തോട്ട് കയറുന്ന മാത്രമേ കണ്ടുള്ളൂ. ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്ക് അത് അകത്തോട്ട് കയറി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ടല്ലേ? ആ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ചിന്നാറിലെ വെള്ളക്കാട്ടുപോത്ത്. ആശം വലുതായിട്ട് പിടി തരത്തില്ല. ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നു ഒരാളെ പയ്യെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. അവിടെ ഒരു കുട്ടി അതിൻ്റെ പുറകെ തലയുടെ പുറകെ കുട്ടി ഇറങ്ങും പോകുന്നുണ്ട്. താഴെ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോഴാണ് ഇറങ്ങുന്നത്. പക്ഷെ ആനയുടെ ഒച്ച ആ ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും കേട്ടായിരുന്നല്ലോ. അത് അവിടുന്ന് ഈ ഒച്ച കേൾക്കുന്നു, ഈ പുറയുന്നു. പക്ഷെ ഈ ഭാഗത്തുനിന്ന് കാണാൻ വേറെ വഴിയില്ലല്ലോ. ഉണ്ടോ? ആണോ? അവിടെ പോയാൽ കാണാൻ പറ്റുമോ? നോക്കിട്ട് കാണുന്നു. എനിക്കൊന്ന് ഈ മരം ഇവിടെ മൂന്നാലെണ്ണം വെള്ളമുണ്ടോ? ചിന്നാറില് ഒരെണ്ണം ഉണ്ട്. വാച്ച് ടവറിലോ? ഒരെണ്ണം ഉണ്ട്. ഇവിടെ ഓരോ ഗ്രൂപ്പ് ഇവിടെ 4 3 ഹോർമോൺ പ്രോബ്ലം. ഈ ഗ്രൂപ്പിൽ ഒരെണ്ണം ഉണ്ട്, കണ്ട്. ഇപ്പൊ നമ്മള് കണ്ടത് ഫീമെയിലാ. ഈ വെള്ള വരില്ല, വലിയ പാട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കാൻ 1.5 മണിക്കൂറായി. ഇപ്പഴാ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുന്നത്. ആദ്യം കണ്ടിട്ട് വരത്തില്ല. ഷൈ ടൈപ്പാ. ഓ, പക്ഷെ അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയും തള്ളയും ഇതാണ്ട് ഓപ്പൺ ഏരിയയിലോട്ട് വന്നു. മറ്റേത് ജസ്റ്റ് നടന്നിറങ്ങി വന്നിട്ട് പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി. വലിയ പാടാ കാണാനല്ലേ? പക്ഷെ അതിന്റെ കൂട്ടത്തിൽ 2 അവിടെ നിൽക്കുന്ന ആ വെള്ളയും മറ്റേ ഒരു മെയിലുണ്ട് അതിന്റെ കൂട്ടത്തിൽ. ആ മെയില് അതിന്റെ കൂട്ടത്തിലല്ലോ.
മറ്റേ വലിയ മെയിലും ആ വെള്ള കാട്ടിയാന്ന് തോന്നുന്നു അകത്തോട്ട് കയറിപ്പോയത്. തൊട്ട് താഴെ ഈ സൈഡില് കൊണ്ട് ബാക്കി രണ്ടെണ്ണം പോയിട്ട് ആന കിട്ടുമായിരുന്നു. പിന്നെ ഉണ്ട് ആന ഇനിയിപ്പോ കിട്ടണ്ടേ. താഴെ വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ആണ് ഇവിടുന്ന് ചെക്കൗട്ട് വരുന്നത് കേട്ടോ. നമ്മൾ രാവിലെ താഴെ വന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ദോശ, ചമ്മന്തി, സാമ്പാർ, പിന്നെ ചായ ഉണ്ട്. നമുക്കിത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം. ഈ വീഡിയോ ഇന്നത്തെ ഇവിടം വരെയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതോടൊപ്പം നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.